ദൈവമേ, നീ എന്നെ പക്ഷിയായി ജനിപ്പിച്ചു. എന്നാൽ ബാക്കിയുള്ള പക്ഷികളെ പോലെ എനിക്ക് മാത്രം എന്തുകൊണ്ടാ 2 ചിറകുകൾ തരാത്തത്? എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എനിക്ക് പറക്കാനേ പറ്റുന്നില്ല. എന്നെ അവരുടെ കൂടെ നിർത്താൻ അവർക്ക് താല്പര്യമില്ല. വികലാംഗനായ കൊക്കും മാന്ത്രിക പക്ഷിയും. കാട്ടിലെ എല്ലാ പക്ഷികളും മൃഗങ്ങളും വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ആ കാട്ടിൽ മനോഹരമായ ഒരു നദിയും ഉണ്ടായിരുന്നു. ആ നദിയിലായിരുന്നു എല്ലാ മൃഗങ്ങളും പക്ഷികളും വെള്ളം കുടിക്കാൻ വേണ്ടി വന്നിരുന്നത്. ഒരു കൂട്ടം കൊക്കുകൾ വൈകുന്നേരം രാവിലെയും അവിടെ വരുമായിരുന്നു. എന്നാൽ ഒരേ ഒരു കൊക്ക് മാത്രം ദിവസം മുഴുവനും അവിടെ തന്നെ ചുറ്റിക്കറങ്ങിയിരുന്നു. ദൈവമേ, നീ എന്നെ പക്ഷിയായി ജനിപ്പിച്ചു. എന്നാൽ ബാക്കിയുള്ള പക്ഷികളെ പോലെ എനിക്ക് മാത്രം എന്തുകൊണ്ടാ 2 ചിറകുകൾ തരാത്തത്? എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എനിക്ക് പറക്കാനേ പറ്റുന്നില്ല. എന്നെ അവരുടെ കൂടെ നിർത്താൻ അവർക്ക് താല്പര്യമില്ല. എന്നെ ഒരു മുയലായി ജനിപ്പിച്ചാൽ മതിയായിരുന്നു. എനിക്ക് വേഗത്തിൽ ഓടാനെങ്കിലും കഴിയുമായിരുന്നു. അപ്പോൾ അവിടേക്ക് ഒരു തത്തയും വന്നു. മിങ്കു കൊക്കെ, താങ്കൾ എന്നെ ഒന്ന് സഹായിക്കാമോ? ആ സഹായം നിങ്ങളെ കൊണ്ട് മാത്രമേ ചെയ്തു തരാൻ പറ്റൂ. അതുപോട്ടെ, എന്താ കാര്യം? നീ എവിടെ നിന്നാ വരുന്നത്? ഞാൻ അടുത്തുള്ള കാട്ടിൽ നിന്നാണ് വന്നത്. രാവിലെയാണ് ഞാനൊരു മുട്ട ഇട്ടത്. എന്നാൽ എന്റെ മോശം സമയമായതുകൊണ്ട് മുട്ട കൂട്ടിൽ നിന്നും വഴുതി. അത് ഒരു ഉറുമ്പിന്റെ കൂട്ടിൽ പോയി വീണു. എന്നാൽ ആ കൂട് വളരെ ആഴത്തിലാണ്. നീ അത് വെളിയിലെടുക്കാൻ ശ്രമിച്ചതേയില്ലേ? ഞാൻ മാത്രമല്ല, ഒരുപാട് പക്ഷികളും മൃഗങ്ങളും ശ്രമിച്ചു. എന്നാൽ ആ കൂട് വളരെ ആഴത്തിലല്ലേ. ആരുടെ കയ്യും കാലും അതിൽ കയറുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചുണ്ടുപയോഗിച്ച് ഉറപ്പായും അതെടുക്കാൻ പറ്റും. ഞാൻ ഉറപ്പായും നിന്റെ കൂടെ സന്തോഷത്തോടെ വരിക തന്നെ ചെയ്യും. എന്നാൽ നിനക്കറിയില്ലല്ലോ, എനിക്ക് ഒരു ചിറകില്ല. എനിക്ക് പറക്കാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തായ വേറെ ഏതെങ്കിലും കൊക്കുണ്ടോ? ആ, ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരും വരുന്ന സമയവുമായി. അതുകൊണ്ട് തത്ത അവിടെ തന്നെ താമസിച്ചു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ കൊക്കിന്റെ കൂട്ടവും വന്നു. അപ്പോൾ ആ തത്ത എല്ലാവരോടും സഹായം ചോദിച്ചു. നിന്റെ കാട് ഒരുപാട് ദൂരെയാണ്. അവിടേക്ക് ഞങ്ങൾക്ക് ആർക്കും പോകാൻ താല്പര്യമില്ല. എന്റെ മുട്ട ആ ഉറുമ്പിന്റെ കൂട്ടിൽ തന്നെ ഇരുന്നാൽ കുഞ്ഞു വെളിയിൽ വരുമ്പോൾ അത് അവിടെ തന്നെ ഇരുന്ന് ചാകും. പ്ലീസ്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ സഹായിക്കൂ. ഞങ്ങൾ ആ വശത്തേക്ക് പോകാറേ ഇല്ല. അതുമല്ലാതെ നീ ഈ കാട്ടിലെ ആളുമല്ല. അങ്ങനെയുള്ളപ്പോൾ നിന്റെ താല്പര്യത്തിന് ഞങ്ങൾ എന്തിനാ കഷ്ടപ്പെടുന്നത്? എടാ പാപികളെ, നിങ്ങൾ എന്തായി പറയുന്നത്? പാവം ഇതിന്റെ കുഞ്ഞിന്റെ കാര്യമില്ലേ? നിനക്ക് ഇതിന്റെ കുഞ്ഞിനോട് അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ നിനക്ക് തന്നെ പോകാമല്ലോ. നിനക്ക് പറക്കാൻ പറ്റില്ലെങ്കിൽ നടന്നു പോ. നിന്റെ അടുത്ത് കാലുണ്ടല്ലോ അല്ലേ? ഇങ്ങനെ പറഞ്ഞ് എല്ലാ പക്ഷികളും അവിടെ നിന്നും പോയി. തത്തേ, നീ വിഷമിക്കണ്ട. ഞാൻ നിന്റെ കൂടെ ഉറപ്പായും വരാം. അത് കേട്ട് തത്ത സന്തോഷിച്ചു. കൊക്കിനെയും കൊണ്ട് അതവിടേക്കും പോയി. 4 മണിക്കൂർ നടന്നതിനു ശേഷം കൊക്കിന്റെ കാല് വേദനിക്കാനും തുടങ്ങി. അത് ഇടയ്ക്കിടെ കുറച്ചുനേരം വിശ്രമിച്ച് അതിനുശേഷം വീണ്ടും നടന്നു പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ചുനേരം വിശ്രമിച്ച് വൈകുന്നേരത്തിനുള്ളിൽ അവർ കാട്ടിൽ എത്തിച്ചേർന്നു. ഇവിടെ നോക്ക് കൊക്കെ, ഇതാണ് ആ കൂട്. അത് കേട്ട് കൊക്കും അകത്തേക്ക് എത്തി നോക്കി. അപ്പോൾ ഒരുപാട് താഴെ ഒരു മുട്ട കാണാൻ പറ്റി. ഞാൻ ഇപ്പോൾ തന്നെ ഇതെടുത്തു തരാം. അപ്പോൾ മിങ്കു കൊക്ക് അതിന്റെ മെലിഞ്ഞ കഴുത്തകത്തേക്കിട്ട് അതിന്റെ ചുണ്ടുകൊണ്ട് ആ മുട്ട സേഫായി വെളിയിലേക്കെടുത്ത് അത് തറയിലേക്കും വച്ചു. ഇത് കണ്ടതും തത്ത ഒരുപാട് സന്തോഷിച്ചു. നിങ്ങൾക്ക് ഒരുപാട് 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 നന്ദി കൊക്കെ. നിന്നെ ഇങ്ങനെ സഹായിച്ചതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. എന്നാൽ എനിക്കിപ്പോൾ കാല് നന്നായി വേദനിക്കുന്നു. എനിക്കിനി നാളെ രാവിലെ ഇവിടെ നിന്നും പോകാൻ പറ്റൂ. എന്നാലേ എന്റെ കാലുവേദനയൊന്ന് കുറയൂ. അപ്പോൾ ആ മുട്ടയും അനങ്ങാൻ തുടങ്ങി. എങ്ങനെയോ അതും പൊട്ടി. അപ്പോൾ ആ മുട്ടയ്ക്കകത്തു നിന്നും നീല നിറത്തിലുള്ള ഒരു പക്ഷിയും വെളിയിൽ വന്നു. കുറച്ചു നേരത്തിനുള്ളിൽ അത് തന്റെ അമ്മയുടെ അത്രയും വലിയ രൂപത്തിലായി പറക്കാൻ തുടങ്ങി. ഇത് കണ്ടതും മിങ്കു കൊക്കിന് അത്ഭുതമായി. ഇതെന്താ ഇത്? നീ ഇപ്പോഴല്ലേ ജനിച്ചത്? പെട്ടെന്ന് നീ വളർന്നല്ലോ. അതുമല്ലാതെ പറക്കുന്നു. ഇതൊക്കെ എങ്ങനെ? നിങ്ങൾക്കിനി നടന്നു പോകേണ്ട ഒരു ആവശ്യവും വരില്ല.
ഈ കാട്ടിൽ നിന്ന് നിങ്ങളുടെ ചിറക് കൊണ്ട് ഇനി നിങ്ങൾ പറന്നു പോകും. എനിക്കെങ്ങനെ പറന്നുകൊണ്ടേ പോകാൻ പറ്റും? എനിക്ക് ഒരു ചിറകല്ലേ ഉള്ളൂ. ഇതുവരെ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഈ പക്ഷി പറഞ്ഞാണ് ചെയ്തത്. ഈ മുട്ട ഞാൻ ഇട്ടതേ അല്ല. അയ്യോ, നിങ്ങൾ തെളിച്ചു പറയൂ. നിങ്ങളൊക്കെ ആരാണ്? നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുത്തേക്ക് വന്നത്? ഞങ്ങൾ രണ്ടുപേരും താമസിക്കുന്നത് മാന്ത്രിക മലയിലാണ്. ഞാൻ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് എനിക്ക് നിന്റെ ശബ്ദം കേൾക്കാൻ പറ്റി. നീ ദൈവത്തിനോട് ഒരു രണ്ടാമത്തെ ചിറക് ചോദിച്ചില്ലേ? ആ കാര്യം എനിക്കറിയാം. അപ്പോൾ ഈ തത്തയോട് ഞാൻ പറഞ്ഞു, ഒരു പക്ഷി വിഷമത്തോടെ ഒരു ചിറക് ചോദിക്കുന്നു. അയാളോട് പോയി ഒരു സഹായം ചോദിക്കാൻ പറഞ്ഞു. അയാൾ ഒരു നല്ല വ്യക്തിയാണെങ്കിൽ ഉറപ്പായും ഞങ്ങൾ അവരെ സഹായിക്കാൻ തീരുമാനിച്ചു. അയാൾ നല്ലവനാണോ എന്ന് ചെക്ക് ചെയ്യാൻ തത്തയെ ഞാൻ പറഞ്ഞു വിട്ടു. നിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്. ആ ടെസ്റ്റിലും നീ പാസ്സായി. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇത് കേട്ടതും കൊക്കിന് ഒരുപാട് സന്തോഷമായി. ഇതാ നിന്റെ സമ്മാനം. അങ്ങനെ പറഞ്ഞ് ആ പക്ഷി ചിറകുകൾ പടപടാന്നടിച്ച് മിങ്കു കൊക്കിനു നേരെ പോയി അതിനെ 3 പ്രാവശ്യം വലം വെച്ചു. അവിടെ അത്ഭുതം നടന്നു. മിങ്കു കൊക്കിന് 2 ചിറകുകളും മുളച്ചു. നിന്റെ ചിറകുകൾ നീ ഇപ്പോൾ ഉപയോഗിക്കേ. അത് കേട്ടതും മിങ്കു കൊക്ക് കാറ്റിൽ ചിറകുകൾ പടപടാ എന്ന് അടിച്ച് പറക്കാൻ തുടങ്ങി. അത് ആ സ്ഥലം മുഴുവനും വലം വെച്ചു. കൊള്ളാമല്ലോ. യെസ്, ഇപ്പോൾ ഞാനും പറക്കുന്നു. അങ്ങനെ അത് താഴേക്കും വന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ എനിക്ക് ഒരു ചിറകും കൂടി തന്ന് എന്റെ ആഗ്രഹം നിങ്ങൾ നിറവേറ്റി തന്നു. ഇപ്പോൾ നിനക്ക് സന്തോഷത്തോടെ കാട്ടിൽ പോകാം മിങ്കു. ഓർമ്മയിരിക്കട്ടെ, ഞാൻ സഹായം ചോദിച്ചപ്പോൾ നീ നടന്നു വന്ന് സഹായം ചെയ്തില്ലേ? ഇതേപോലെ നീ എപ്പോഴും എല്ലാവരും സഹായിക്കണം. ഞാൻ ബാക്കിയുള്ളവരെ സഹായിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് എനിക്ക് വേറൊരു ചിറക് കിട്ടിയത്. ഞാൻ പ്രോമിസ് ചെയ്യാം, ഇനിയും ഞാൻ എല്ലാവരെയും ഉറപ്പായും സഹായിക്കും. അങ്ങനെ അവരോട് 2 പേരോടും ബൈ പറഞ്ഞ് സന്തോഷത്തോടെ അത് ആകാശത്തിലേക്ക് പറന്നുപോയി. അത് അതിന്റെ കൂട്ടത്തിലേക്ക് പോയതും എല്ലാ കൊക്കുകളും അതിനെ കണ്ട് അത്ഭുതപ്പെട്ടു. പിന്നെ സന്തോഷപ്പെടുകയും ചെയ്തു. മിങ്കു, നിനക്ക് ഒരു ചിറകും കൂടി എങ്ങനെയാ വന്നത്? അത് കേട്ട് മിങ്കു കൊക്ക് അവരോട് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നിനക്കും ഞങ്ങളുടെ കൂടെ തന്നെ നടക്കാം. പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ശരി, വരൂ. ഇന്നു മുതൽ ഞാനും നിങ്ങളുടെ കൂടെ തന്നെ വരാം. അത് കേട്ട് കൊക്കിൻകൂട്ടം കാറ്റിൽ പറന്നു. മിങ്കു കൊക്കും അവരുടെ കൂടെ തന്നെ പറന്നു. അവരെല്ലാവരും അവിടെ നിന്നും ദൂരേക്കും പറന്നുപോയി. പുതിയതായിട്ട് നല്ല മുട്ടകൾ. അങ്ങനെ പറഞ്ഞ സന്തോഷത്തോടെ അതൊരു മുട്ടയെടുത്ത് വിഴുങ്ങി. ഇന്ന് ഒരു പിടി അങ്ങ് പിടിച്ചേക്കാം. അങ്ങനെ പറഞ്ഞത് 2ാമത്തെ മുട്ടയും സന്തോഷത്തോടെ വിഴുങ്ങി. ഞാൻ ഇത്രയും രുചിയുള്ള മുട്ട കഴിച്ചിട്ടേയില്ല. ഇനി സമാധാനത്തോടെ പൊറ്റിൽ പോയി കിടന്നുറങ്ങാം. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നാളെ എന്റെ കഥ തീരും. സഞ്ജീവനം ഒരു ഭംഗിയുള്ള കാട്. അവിടെ പച്ചപ്പ് നിറഞ്ഞ മരങ്ങൾ, ചെടികൾ, മലകൾ, പിന്നെ ഒരു നദിയും ഉണ്ടായിരുന്നു. ആ നദിയിൽ ചില താറാവുകൾ പോയിക്കൊണ്ടിരുന്നു. പിന്നെ എല്ലാ മൃഗങ്ങളും അവിടെ വെള്ളം കുടിക്കാനായി വന്നുകൊണ്ടിരുന്നു. ആ താറാവിന്റെ കൂട്ടത്തിൽ ഡക്ക് പിന്നെ ഡ്രേക്ക് എന്ന ജോഡി ഉണ്ടായിരുന്നു. ഒരു ദിവസം ഡ്രേക്ക് ആ നദിക്കരയിൽ 2 മുട്ട ഇട്ടിരുന്നു. ഡക്ക് പിന്നെ ഡ്രേക്ക് അവർ 2 മുട്ടയും കണ്ട് സന്തോഷിച്ചു. അത് വളരെ നന്നായി നോക്കി. ആ നദിക്ക് കുറച്ച് അപ്പുറത്ത് ഒരു പാമ്പ് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് അവിടെ നിന്നാണ് മൃഗങ്ങളെ നോക്കുക. എപ്പോ പാമ്പിന്റെ കണ്ണ് കൂട്ടിലുണ്ടായിരുന്ന ആ മുട്ടകളിലേക്ക് പോയോ, അത് സന്തോഷിച്ചു. എന്തോരം വലിയ വലിയ മുട്ടകൾ. ഇത് തിന്നാൻ ഒരു അവസരം കിട്ടിയാൽ വളരെ നന്നായേനെ. ഇവർ 2 പേരും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയിരുന്നെങ്കിൽ. വൈകുന്നേര സമയം ആ നദിക്കടുത്ത് ഒരു കഴുക് വന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. അപ്പോ അവിടെ ഒരു താറാവ് കൂട്ടം വന്നു. ഡാർക്ക് ഡ്രേക്ക്, ഇത് നിങ്ങളുടെ മുട്ടയാണോ? ഈ മുട്ട ഞാൻ രാവിലെ വെച്ചതാ. ഓ, ഇതുകൊണ്ടാണോ നിങ്ങൾ 2 പേരും ഇന്ന് കുളത്തിന്റെ അടുത്തേക്ക് വരാത്തത്? അതെ, ഇന്ന് നാൾ മുഴുവൻ ഞങ്ങൾ ഇവരെ നോക്കിക്കൊണ്ടേയിരുന്നു. അയ്യോ, രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലേ? ഇപ്പോഴും കഴിക്കാൻ തോന്നുന്നില്ലേ? ഇല്ല, ഇപ്പൊ എനിക്ക് വിശപ്പ് സഹിക്കാനേ വയ്യ.
പക്ഷേ ഈ മുട്ടകൾ വിട്ട് എങ്ങനെ പോകും? ഏയ് നീ വിഷമിക്കണ്ട, മുട്ടയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഭക്ഷണം കിട്ടിയാൽ അത് കഴിച്ചിട്ട് നമുക്ക് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് മുട്ട നോക്കാം. ഇങ്ങനെ പറഞ്ഞവർ മുട്ടകൾ അവിടെ വെച്ച് കൂട്ടത്തോടെ ഭക്ഷണം കഴിക്കാനായി പോയി. പാമ്പ് ഒളിഞ്ഞിരുന്ന് അവർ സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. അത് ഈ സമയത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്, അവരെപ്പോ ഇവിടുന്ന് പോകുമെന്ന്. അവരവിടെ നിന്ന് ദൂരെ ചെന്നതും പാമ്പ് വളരെ സന്തോഷിച്ചു. മുഖത്ത് ചിരി, കണ്ണിൽ അത്യാഗ്രഹം. അത് മുട്ടയ്ക്കടുത്തേക്ക് ചെന്നു. ആഹാ, പുതിയതായിട്ട് നല്ല മുട്ടകൾ. അങ്ങനെ പറഞ്ഞ സന്തോഷത്തോടെ അതൊരു മുട്ടയെടുത്ത് വിഴുങ്ങി. ആഹാഹാഹാഹാ, ഇന്ന് ഒരു പിടി അങ്ങ് പിടിച്ചേക്കാം. അങ്ങനെ പറഞ്ഞത് രണ്ടാമത്തെ മുട്ടയും സന്തോഷത്തോടെ വിഴുങ്ങി. ആ, ഞാൻ ഇത്രയും രുചിയുള്ള മുട്ട കഴിച്ചിട്ടേയില്ല. ആ, ഇനി സമാധാനത്തോടെ പൊറ്റിൽ പോയി കിടന്നുറങ്ങാം. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നാളെ എന്റെ കഥ തീരും. അങ്ങനെ പറഞ്ഞത് മാടത്തിലേക്ക് ഇഴഞ്ഞു. അത് കഴിഞ്ഞ് മാടത്തിൽ ചെന്ന് ഉറങ്ങി. ഡക്ക് ഡ്രേക്ക് രണ്ടുപേരും ആ കൂട്ടം വിട്ട് അവരുടെ സ്ഥലത്ത് വന്ന് നോക്കിയപ്പോൾ അവരുടെ കൂടെ കാലിയായത് കണ്ട് വിഷമിച്ചു. അയ്യോ, നമ്മുടെ മുട്ട എവിടെ പോയി? നമ്മൾ വെച്ച മുട്ട നമ്മുടെ കൂട്ടമല്ലാതെ വേറെ ആരും കണ്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ആരും എടുത്തുകൊണ്ടു പോയത്? അത് കേട്ട് ഡക്ക് ആലോചിച്ച് ഇങ്ങനെ പറഞ്ഞു. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നോക്ക്. അങ്ങനെ പറഞ്ഞ ഡക്ക് ഡ്രിക്കിന് ഒരു ഐഡിയ കൊടുത്തു. അടുത്ത ദിവസം രാവിലെ ഡ്രിക്ക് വീണ്ടും അത് 2 മുട്ട വെച്ചു. രണ്ടുപേരും അത് നോക്കിക്കൊണ്ടേയിരുന്നു. വൈകുന്നേരമാകുന്നതിന് മുന്നേ ഡക്ക് പറഞ്ഞു, ഡ്രേക്ക്, എനിക്ക് നന്നായി വിശക്കുന്നു. പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം, വാ. പക്ഷേ മുട്ട വിട്ട് നമ്മൾ എങ്ങനെ പോകും? ഇന്നലെ സംഭവിച്ച പോലെ ഇന്ന് സംഭവിച്ച എന്തു ചെയ്യും? ആ, എന്റെ അടുത്തൊരു വഴിയുണ്ട്. അങ്ങനെ പറഞ്ഞ് ഡക്ക് ചില പുല്ലുകൾ എടുത്തുകൊണ്ടുവന്നു. ആ പുല്ലെല്ലാം ഇട്ടുകൊണ്ട് ആ മുട്ടയെ മൂടി വെച്ചു. ആ, ഇപ്പോൾ ഈ മുട്ട ആർക്കും കാണാൻ സാധിക്കില്ല. നമുക്കത് ഇവിടെ വിട്ടിട്ട് നന്നായി കഴിച്ചിട്ട് വരാം. അത് കണ്ട് ഡ്രിക്കും സന്തോഷിച്ചു. അത് കഴിഞ്ഞ് രണ്ടുപേരും വിഷമിക്കാതെ അവിടുന്ന് ചെന്നു. ഇവന്മാർ മണ്ടന്മാർ തന്നെ. ഇങ്ങനെ അടച്ചു വെച്ചാൽ ഞാനെന്താ അറിയാതെ ഇരിക്കുമോ? ഇന്ന് വൈകുന്നേരം ആകുന്നതുവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞത് വേഗം മാടത്തിൽ നിന്ന് പുറത്തു വന്നു. ആ കൂട് നോക്കി പോയി. ഡക്ക് പിന്നെ ഡ്രിക്ക് രണ്ടുപേരും ആ നദിക്കടുത്തുള്ള മരത്തിന്റെ പുറകെ നിന്ന് അത് നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അവിടെ വന്ന പാമ്പിനെ നോക്കി അവർ വളരെ പേടിച്ചു. അവർ അടുത്ത് ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ ആ പാമ്പ് 2 മുട്ടയും വിഴുങ്ങി. അത് കഴിഞ്ഞ് വളരെ സന്തോഷത്തിൽ അത് അതിന്റെ കൂട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. ഡക്ക് പിന്നെ ഡ്രിക്ക് രണ്ടുപേരും അവരുടെ കൂട്ടിൽ ചെല്ലുമ്പോൾ പാമ്പ് മുട്ട കഴിച്ച് പോയിരുന്നു. ഈ പാമ്പ് തീർച്ചയായും നമ്മൾ വെക്കുന്ന മുട്ടയെല്ലാം കഴിച്ചു തീർക്കും. അപ്പൊ അതിനർത്ഥം നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികളുടെ മുഖം കാണില്ലേ? അത് കേട്ട് ഡക്കും ആലോചിക്കാൻ തുടങ്ങി. അപ്പൊ അതിന്റെ കണ്ണ് കഴുകിൽ പോയി. അതാ നദിയിലെ വെള്ളം കുടിച്ചുകൊണ്ടേയിരുന്നു. നീ വിഷമിക്കണ്ട, ഇത് തടയാൻ എന്റെ അടുത്തൊരാളുണ്ട്. അവർ ഉറപ്പായും നമ്മളെ സഹായിക്കും. അപ്പൊ ഡക്ക് കഴുകിനോട് പറഞ്ഞു, ഗരുഡനെ, ഞങ്ങൾ വിളിക്കുന്നത് നീ കേൾക്കുന്നുണ്ടോ? ഹാ, കേൾക്കുന്നു പറയ് ഡക്ക്. ഡക്ക് കഴുകിനോട് അതിന്റെ മുട്ട പിന്നെ നടന്നതെല്ലാം പറഞ്ഞു. അവരുടെ കഷ്ടം കേട്ട് കഴുകി ഇങ്ങനെ പറഞ്ഞു, പാമ്പിനെ കഴിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാ. അത് എവിടേക്ക് പോകണമോ അത് ഞാൻ അയക്കാം. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കഴുകൻ ചേർന്നൊരു പ്ലാൻ ഉണ്ടാക്കി. അടുത്ത ദിവസം രാവിലെ ഡ്രിക്ക് വീണ്ടും 2 മുട്ട വെച്ചു. ആ സമയത്ത് പാമ്പ് അവരെ നോക്കിക്കൊണ്ടേയിരുന്നു. ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ കൂട്ടിൽ പുല്ലൊക്കെ വെക്കുന്നുണ്ട്. അത് ഏതോ മൃഗം വന്ന് കഴിക്കാൻ വരുന്നു. അത് അറിയാതെ മുട്ടയും തിന്നുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്കിന്ന് പുല്ലൊന്നും വെക്കണ്ട. അത് കേട്ട് പാമ്പ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒളിപ്പിച്ചു വെച്ചിട്ട് പോയാലും തുറന്നു വെച്ചിട്ട് പോയാലും ആ മുട്ട എന്റെ വയറ്റിനുള്ളിലേക്കേ പോകൂ. ഡക്കും ട്രിക്കും ആ മുട്ടകൾ അങ്ങനെ തന്നെ വെച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് ഇന്നലെ ഒളിച്ചിരുന്ന അതേ സ്ഥലത്ത് അവർ ഒളിച്ചിരുന്നു. അവർ പ്ലാൻ ചെയ്ത പോലെ കഴുക അടുത്തിരുന്ന ഒരു മരത്തിൽ ഇരുന്നു കൊണ്ടേയിരുന്നു.
ഞാനിതാ വരുന്നു എന്റെ രുചിയുള്ള മുട്ടകളെ. അങ്ങനെ പാടിക്കൊണ്ട് പാമ്പ് പുറത്തു വന്ന് ആ കൂട്ടിലേക്ക് ചെന്നു. അത് കൂടിന്റെ അടുത്തേക്ക് വന്നതും മരത്തിന്റെ മുകളിലുണ്ടായിരുന്ന കഴുക് വേഗം പറന്നെത്തി. പാമ്പ് മുട്ടകൾ കഴിക്കാൻ തല കുനിച്ചതും ആ കഴുക് അതിനെ പിടിച്ചു. കഴുക് ആ പാമ്പിനെ കൊക്കുകൊണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് ആകാശത്ത് അതിന്റെ ഒപ്പം പറന്നുപോയി. അയ്യോ, എന്നെ വിട്. ഇത് എവിടെ നിന്നും വന്നു? വിട്. അത് കേട്ട ആ കഴുക് സന്തോഷത്തോടെ ആ പാമ്പിനെ വിടാതെ പറന്നു. ഒരുപാട് നേരം പറന്നതിന് ശേഷം അതൊരു മലയ്ക്ക് മുകളിൽ ചെന്ന് നിന്നു. അവിടെ മുന്നേ 2 കഴുകുകൾ കാത്തുകൊണ്ടിരുന്നു. ആ കഴുക് ആ പാമ്പിനെ താഴെയിട്ടതും ആ 2 കഴുകും അതിന്റെ കൊക്കുപയോഗിച്ച് കൊത്തി കൊത്തി തിന്നു. അതിലത് ചത്തുപോയി. അങ്ങനെ ആ 3 കഴുകും ചേർന്ന് ആ പാമ്പിനെ ഭക്ഷണമാക്കി. ഇപ്പുറത്ത് ഡക്കും ട്രിക്കും അവരുടെ മുട്ടകൾ നന്നായിരിക്കുന്നത് കണ്ട് സന്തോഷിച്ചു. അവർ മനസ്സിനുള്ളിൽ കഴുകിന് നന്ദിയും പറഞ്ഞു. കുറച്ചു നാൾ കഴിഞ്ഞ മുട്ടയ്ക്കുള്ളിൽ നിന്ന് കുഞ്ഞുങ്ങൾ വന്നു. അത് കഴിഞ്ഞ് ഡക്ക് പിന്നെ ഡ്രിക്ക് അവരുടെ കുഞ്ഞുങ്ങളോടൊപ്പം സന്തോഷമായി ജീവിച്ചുകൊണ്ടിരുന്നു.